ഹായ്, നമുക്ക് ഇന്നൊരു മാങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയല്ലോ. ഫ്രൂട്ടിയുടെ ടേസ്റ്റിലുള്ള മാംഗോ ജ്യൂസ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഒക്കെ നാട്ടിലുള്ള ഒരു മാങ്ങയാണ് നാട്ടുമാങ്ങ. നാട്ടുമാങ്ങ വേണം, പഞ്ചസാര വേണം, വെള്ളം വേണം, പിന്നെ മാങ്ങ നമുക്ക് വേവിക്കണം. അതിനുവേണ്ടി നമുക്ക് കുക്കറും വേണം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ മാങ്ങയെ എങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കുക്കറിനകത്തോട്ട് ഇടാമെന്ന് നോക്കാവേ. നമ്മൾ ഈ മാങ്ങയുടെ തൊലി നമ്മൾ പൊളിക്കണം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അറിയാത്തവരും കാണുമല്ലോ. അപ്പോൾ ഈ മാങ്ങയുടെ തൊലി ഇതുപോലെ പൊളിച്ചു. അതിനുശേഷം നമുക്ക് കുക്കറിനകത്തിടാം. അതുപോലെ അടുത്ത മാങ്ങയും ഇതുപോലെ നമുക്ക് ഈ പിച്ചാത്തിയുടെ ഉപയോഗം ഈ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ മാത്രം മതി. ഇതുപോലെ തൊലി മാറ്റണം. ഇതുപോലെ ബാക്കിയുള്ള മാങ്ങകളും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മാങ്ങയുടെ തൊലിയെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കണം. ഈ മാങ്ങ മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് വേണം വെള്ളം ഒഴിക്കാൻ. പിന്നെ നമ്മൾ രണ്ടാമത് വേറെ വെള്ളം ഒഴിക്കത്തില്ല. ആദ്യം ഈ ഒഴിക്കുന്ന വെള്ളമേ ഉള്ളൂ. ഇനി നമുക്കിത് കുക്കർ അടയ്ക്കാം. അപ്പം നമുക്ക് ഈ മാങ്ങേനെ വേവിക്കാൻ വെക്കാം. 3 പ്രഷറാണ് ഇതിൻ്റെ കണക്ക്. 3 പ്രഷർ കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇന്നലെ നമ്മൾ കുക്കറിനകത്ത് മാങ്ങ വേവിക്കാൻ വെച്ചു. ഇത് പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ചൂടെല്ലാം മാറി കൂൾ ഡൗൺ ആയത്. ഇപ്പം നമ്മൾ ഈ മാങ്ങയുടെ ജ്യൂസ് എടുക്കാണ്ടി പോകുവാണ്. നമുക്ക് ഈ മാങ്ങ ഈ പാത്രത്തിലോട്ട് മാറ്റാവേ. അങ്ങനെ നമ്മൾ ഈ മാങ്ങനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്ക് ഈ മാങ്ങയുടെ ജ്യൂസ് എടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ മാങ്ങ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്ത മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കണം. മാങ്ങ പിഴിഞ്ഞു വന്നപ്പോഴത്തേന് ഈ പാത്രത്തിൻ്റെ പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റാം. പിഴിഞ്ഞു വെച്ച മാങ്ങ ജ്യൂസിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇതൊരു 3 കപ്പ് പഞ്ചസാരയുണ്ട്. ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുള്ളതാണ്. ആ പുളീനെ ഒന്ന് തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാരയും കൂടെ ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പഞ്ചസാരയൊക്കെ ഈ ജ്യൂസിനകത്ത് അലിയണം. ഇത് ബോയിലായി കഴിയുമ്പോഴത്തേനാണ് ഇതിൻ്റെ പരുവമാകുന്നത്.
പുളി കുറവുള്ള മാങ്ങ മധുരം ഉണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. കാര്യമായിട്ട് മധുരമില്ല, മധുരമുണ്ട് എന്നാലും വളരെ കുറവാണ്. നമ്മൾ ഈ മാംഗോ ജ്യൂസിനെ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം നമ്മൾ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. ഇതൊന്ന് ബോയിലായി കിട്ടണം, അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഒന്നും അടിയിലില്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതുകൊണ്ട് ഇത് കൈ വിടാതെ ഇളക്കുന്നതായിരിക്കും നല്ലത്. മാങ്ങ ജ്യൂസ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ കൂടുതൽ ഒരു ടേസ്റ്റോടെ കിട്ടണമെങ്കിൽ ഇതിനെ തണുപ്പിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ മുൻപിൽ കാണുന്ന ഈ മാംഗോ ഫ്രൂട്ടി ജ്യൂസ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചായിരുന്നു. അതിനുശേഷം ഉള്ള ജ്യൂസാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. ഇത് ഡയറക്റ്റ് പൾപ്പായതുകൊണ്ട് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് വേണം കുടിക്കാൻ. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.